السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. اللهم صل على سيدنا محمد سيد الأولين. اللهم صل على سيدنا محمد سيد الآخرين. اللهم صل على سيدنا محمد إمام المتقين ورسول رب العالمين. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖാൽ പരിശുദ്ധമായ റമളാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എത്തിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വളരെ മഹത്തായ സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം അത്രമേൽ മഹത്വമുള്ളതാണ് വിശുദ്ധമായ റമളാൻ മാസം എന്നത്. വിശിഷ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പ് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഖുദ്സിയായ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫ്. ആദം സന്തതികളുടെ എല്ലാ അമലുകളും ഇരട്ടിയുള്ളതായി മാറും, ഇരട്ടി പ്രതിഫലമുള്ളതായി കാണുമത്രേ. അൽ ഹസനതു അശ്റു അംസാലിഹ. ഒരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടി പ്രതിഫലമാണ്. ഇലാ സബ്ഇമിഅതി ളഅഫിൻ. അത് 700ഓളം ഇരട്ടി വരെ അതിന്റെ പ്രതിഫലം വർധനമുണ്ടായേക്കാം. ആ രീതിയിൽ ചെയ്യുന്ന അമലുകൾക്ക് ഇരട്ടി പ്രതിഫലമുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. എന്നാൽ നോമ്പ് എന്നത് റമളാനിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ആ നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി. ആ നോമ്പിനുള്ള പ്രതിഫലം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, അതിനുള്ള പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ബാക്കിയുള്ള ഇബാദത്തിന് അല്ലാഹു അല്ലേ പ്രതിഫലം നൽകുന്നത്? അതെ, അല്ലാഹുവാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന്റെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ 2-3 മക്കള് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ മൂത്ത മോനക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പറയും എനിക്കുള്ള ഞാൻ തരാന്ന് പറയും. ബാക്കിയുള്ളവർക്കും കൊടുത്തതും മൂപ്പര് തന്നെയാ കൊടുക്കുന്നത്, നമ്മൾ തന്നെയാ കൊടുക്കുന്നത്. പക്ഷേ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കും എന്നതാണ്. അള്ളാഹുവാണ് എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നവൻ. എന്നാൽ നോമ്പ് എനിക്കാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു പ്രത്യേകിച്ച് പറയുമ്പോ മഹാനായ ഖുർത്തുബി ഇമാം അതിന് വിശദീകരണം നൽകുന്നുണ്ട്. മഅനാഹു യുസീബു അലൈഹി ബിഗൈരി തഖ്ദീർ. അള്ളാഹു യാതൊരു കയ്യും കണക്കുമില്ലാതെ എണ്ണിത്തിട്ടപ്പെടുത്തലുകളില്ലാതെ വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലമാണ് നോമ്പിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നോമ്പിന്റെ പ്രതിഫലം തന്നെ വളരെ വലുതാണ്, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ച രീതിയിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ ആ രീതിയിൽ അള്ളാഹു മാറിക്കോരി കൊടുക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ് നോമ്പ് എന്ന് വിശ്വാസികളെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധമായ മാസത്തിലാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ അള്ളാഹു അടിമകൾക്ക് വലിയ ഓഫർ നൽകിയിട്ടുള്ള മാസമായ ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് അള്ളാഹു നമ്മളെ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മുഅ്മിനീങ്ങളെ, നോമ്പെന്ന് പറയുമ്പോ അത് കേവലം പട്ടിണി കിടക്കലല്ല, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതല്ല നോമ്പ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം.
ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മേൽ മുൻകാല സമുദായക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനാണ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ്, അല്ലാഹുവിനോടുള്ള പേടി ഉണ്ടാവാനാണ്. നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാഹുവിനോടുള്ള പേടിയാണ്, അല്ലാതെ വിശപ്പും ദാഹവും സഹിക്കുക എന്നതല്ല. അടിസ്ഥാന ലക്ഷ്യം അല്ലാഹുവിനോടുള്ള പേടിയാണ്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലൈസസ്സിയാമു മിനത്ത്വആമി വശ്ശറാബ്, നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതല്ല. ഇന്നമസ്സിയാമു മിനൽ ലഗ്വി വറഫത്ത്, നോമ്പെന്ന് പറഞ്ഞാൽ മോശമായ സംസാരങ്ങളിൽ നിന്ന്, കളി തമാശകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. ഒരുത്തൻ നിന്നെ കളിയാക്കിയാൽ, പരിഹസിച്ചാൽ, അല്ലെങ്കിൽ നിന്നെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ പറയണം, ഇന്നീ സ്വായിമുൻ, ഇന്നീ സ്വായിം, ഞാനൊരു നോമ്പുകാരനാണ്, തർക്കത്തിന് ഞാനില്ല, പരിഹാസ്യങ്ങൾക്ക് ഞാനില്ല, ഞാനൊരു നോമ്പുകാരനാണെന്ന് മറുപടി പറയണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പിന്റെ പ്രാധാന്യം നമ്മൾ ജീവിതത്തിൽ നോമ്പുകാരനാകുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടു നടക്കണം എന്നതാണ് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പുകാരനായാൽ പിന്നെ അനാവശ്യ സംസാരങ്ങളിലേക്കൊന്നും പോകരുത്, വെറുതെ പടായി പറയുന്ന വേദികളിൽ പോയി ഇരിക്കരുത്, ഹറാമായത് പ്രത്യേകിച്ചും സമ്പൂർണമായി ഒഴിവാക്കണം. വിശിഷ്യ വിനോദങ്ങള്, കളിതമാശകൾക്കുള്ള സമയമല്ല നോമ്പുകാരൻ്റെതെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ നോമ്പിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഒരു നോമ്പുകാരന് അള്ളാഹു എത്രയാണ് അതിന്റെ പ്രതിഫലം കണക്കാക്കിയിട്ടുള്ളത്. നോമ്പുകാരന് എല്ലാത്തിനും വലിയ മഹത്വമാണ്, പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, നൗമുസ്സായിമി ഇബാദ, പരിക്ഷീണിതനായി ഉറങ്ങിപ്പോകുന്ന ഒരു നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതുകൊണ്ട് സുബഹിസ്കാരം കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങുക എന്നതല്ല അർത്ഥം. സാന്ദർഭികമായി പറയുകയാണ്, സുബഹി സമയം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങൽ അത് അഭിശക്തമായ സംസ്കാരമാണ്, കറാഹത്താണെന്നൊക്കെ പറയുന്നു. സൂര്യൻ ഉദിക്കുന്നത് വരെ സുബഹിസ്കാരം കഴിഞ്ഞ് ഉറങ്ങരുത് എന്നതാണ് നമ്മോടുള്ള കൽപ്പന, പരിശുദ്ധമായ ദീനിന്റെ കൽപ്പനയാണ്. അത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഉറങ്ങുക എന്നത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തളർന്നുകൊണ്ട് ക്ഷീണിതനായി ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിനും ഇബാദത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു കണക്കാക്കുന്നത്. ഒരു നോമ്പുകാരൻ മൗനിയായിരിക്കുന്നത്, സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നത്, അത് തസ്ബീഹ് ചൊല്ലുന്നതിന് തുല്യമാണ്. അവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. രാജകീയമായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള അവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. അവന്റെ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവന്റെ എല്ലാ അടക്ക അനക്കങ്ങൾക്കൊക്കെ പ്രതിഫലമാണ്. നോമ്പുകാരനായിരിക്കണം എന്ന് മാത്രം അല്ലെ, ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെയുള്ള നോമ്പിലൂടെയാണ് ഈ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്. നോക്കൂ, നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധം അല്ലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഒരുപാട് ഹദീസുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, ഏതൊരുത്തന്റെ കയ്യിലാണോ എന്റെ ശരീരമുള്ളത്, അല്ലാഹു തന്നെ സത്യം, ലഖലൂഫു ഫമിസ്സായിം, ഒരു നോമ്പുകാരന്റെ വായിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം അല്ലെ. ഇത് സയൻസ് പറയുന്നത്
നമ്മുടെ ശരീരം ആമാശയം കാലിയാകുമ്പോ, കുടല് കാലിയാകുമ്പോ ശരീരം കൊഴുപ്പുകൾ വിഘടിപ്പിക്കുമത്രേ. അങ്ങനെ വിഘടിപ്പിക്കുന്ന സമയത്ത് കീറ്റോണുകൾ ഉണ്ടാകുമെന്നാണ്. ഈ കീറ്റോണുകൾ ഉണ്ടാകുന്നത് കാരണത്താലാണ് വായിൽ ദുർഗന്ധം ഉണ്ടാകുന്നത്. ആ ദുർഗന്ധം, ഒരു നോമ്പുകാരനായിരിക്കുന്ന നോമ്പുകാരന്റെ ദുർഗന്ധം കസ്തൂരിയുടെ വാസനയേക്കാൾ എത്രയോ പരിമളമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ എന്തൊക്കെയാണ്. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി നോമ്പ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അവന്റെ മൗനത്തിന് വലിയ പ്രതിഫലമാണ്, ഉറക്കത്തിന് പ്രതിഫലം, ഇബാദത്ത്, അവന്റെ വായിൽ നിന്നുള്ള ദുർഗന്ധം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് എണ്ണമറ്റ മഹത്വങ്ങൾ നോമ്പുകാരനുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഈ നോമ്പിന് ഇത്ര വലിയ മഹത്വം ഉണ്ടാവാൻ കാരണം? ഇപ്പൊ വേറെ കുറെ ഇബാദത്തുകൾ ഉണ്ടല്ലോ, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്ത് ഉണ്ട്. അല്ലെ, ഹജ്ജിലൊക്കെ നമ്മൾ എവിടെ പോകുന്നു? പരിശുദ്ധമായ മക്കയിൽ പോകുന്നു, അല്ലെ, മദീനയിൽ പോകുന്നു, വേറെ പല അമലുകൾ ഇബാദത്തുകളൊക്കെ ഉണ്ട്. എന്തിന്? നോമ്പിന് അള്ളാഹു ഇങ്ങനെ സ്പെഷ്യലായി ഞാനതിന് കയ്യും കണക്കില്ലാത്ത രീതിയിൽ പ്രതിഫലം നൽകും എന്ന് അള്ളാഹു പറയാനുള്ള കാരണം എന്താണ്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ നോമ്പ് എന്നത് സ്വകാര്യമാണ്. ഇപ്പൊ ഞാൻ നോമ്പുകാരനാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. എനിക്കിപ്പോ വേണമെങ്കിൽ റൂമിൽ നിന്ന് വെള്ളം കുടിക്കാമല്ലോ, എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാം, ആരും കാണുന്നില്ല. ഞാൻ നോമ്പുകാരനാണെന്ന് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ, പിന്നെ അല്ലാഹു. അപ്പോ നോമ്പ് അത്രയും സ്വകാര്യമാണ്. മറിച്ച് നിസ്കാരമാണെങ്കിൽ, ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർ കാണും, അല്ലെ. സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ സ്വതക്ക കിട്ടിയ ആള് അറിയും. ഹജ്ജിന് പോവാണെങ്കിൽ നാടിന് മൊത്തം അറിയിച്ചിട്ടാണ് ഹജ്ജിന് പോകുന്നത്, പൊരുത്തപ്പെടിപ്പിച്ചിട്ടൊക്കെയാണ് ഹജ്ജിന് പോകുന്നത്, എല്ലാതും അറിയുന്നതാണ്. പക്ഷെ നോമ്പെന്ന് പറഞ്ഞാൽ അത് സ്വകാര്യമാണ്. അടിമയും ഉടമയും തമ്മിൽ സ്വകാര്യമായുള്ള ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ടാണ് നോമ്പിന് ഇത്ര വലിയ പ്രതിഫലമുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? പൈശാചികമായ പ്രേരണകളെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് നോമ്പെന്നത്. നമ്മുടെ വയറ് കാലിയായി കഴിഞ്ഞാൽ ശരീരമൊക്കെ ചെറിയൊരു തളർച്ച വരും, അല്ലെ. കൈകാലുകൾ, മനസ്സ് ഒക്കെ ഒന്ന് ഡൗൺ ആവും. അത് ശാരീരികമായ ഒരു നെഗറ്റീവ് അല്ല, മറിച്ച് തെറ്റുകളിലേക്ക് പോകാനുള്ള ഊർജവും പ്രേരണയൊക്കെ കൊണ്ട് കുറഞ്ഞു പോകും എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിയോട് പറയുന്നുണ്ട്, ആയിഷ, സ്വർഗത്തിന്റെ ഡോറ് നിങ്ങൾ മുട്ടണം, നിങ്ങൾ എപ്പോഴും മുട്ടിക്കൊണ്ടേയിരിക്കണം. ആയിഷ ബി ചോദിക്കുന്നു, നബി തങ്ങൾ ഒരു പ്രയോഗം പ്രയോഗിച്ചതാണ്, എന്തുകൊണ്ട് മുട്ടണം നബിയെ? നബി തങ്ങൾ പറഞ്ഞു, ബിൽ ജൂ, വിശപ്പ് കൊണ്ട് മുട്ടണം. അഥവാ എപ്പോഴും ചെറിയൊരു വിശപ്പ് ഉണ്ടായിരിക്കുമ്പോ അവൻക്ക് തെറ്റിലേക്ക് പോകാനും തെറ്റ് ചെയ്യാനുള്ള പ്രേരണയും ആ ഒരു വികാരവും ഒക്കെ അവൻക്ക് ഇല്ലാതായിരിക്കും. കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് അവൻക്ക് ജീവിക്കാൻ കഴിയും. ഇതാണ് നോമ്പിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, പ്രധാനപ്പെട്ട കാരണവും. അതുകൊണ്ടാണ് നോമ്പിന് ഇത്ര വലിയ പ്രതിഫലമുള്ളത്. തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. അതിനുപരി ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവും അടിമയും മാത്രം അറിയുന്ന സ്വകാര്യമായ ഒരു ഇബാദത്ത് എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പുകൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ നിർവഹിക്കണം. നബി തങ്ങളുടെ ഹദീസ് ഗൗരവത്തിലൂടെ പറയുന്നു, നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ' വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര ആളുകളാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടായി എന്നല്ലാതെ വേറൊന്നും ലഭിച്ചിട്ടില്ല. എത്രയെത്ര ആളുകളാണ് രാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്, അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് ആ ഉറക്കം പോയി എന്നല്ലാണ്ട് വേറൊന്നും അവർക്ക് ലഭിക്കാനില്ല. ഇതിന്റെ വിവക്ഷ ആത്മാർത്ഥതയും ഇഖ്ലാസും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ട എന്നതാണ്. നോമ്പ് പിടിക്കുമ്പോ ഞാൻ നോമ്പുകാരനാണ്, നോമ്പെടുത്തുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെൽഫി ഇടുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്യാതിരിക്കുക. അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് രഹസ്യമായതാണ്. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ് എന്ന ചിന്തയിൽ ഇഖ്ലാസോടെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് ഒഴിവായി, ഹറാമ് കേൾക്കുന്നതിൽ നിന്ന്, കാണുന്നതിൽ നിന്ന്, ചെയ്യുന്നതിൽ നിന്നൊക്കെ പരിപൂർണമായും വിട്ടുനിന്നുകൊണ്ട് നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കി ഗൗരവത്തോടുകൂടെ നമ്മൾ ആ നോമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ മുഴുവനും നമുക്കുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിസ്കാരമാണെങ്കിലും
രാത്രി ഒരുപാട് നിസ്കരിക്കാൻ, ഞാൻ വലിയ നിസ്കരിക്കുന്ന ആളാണെന്ന് അറിയാൻ വേണ്ടി നേരത്തെ തന്നെ അവിടെ വരാൻ, അങ്ങനെ ഉദ്ദേശശുദ്ധി ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഫുൾ ബ്ലാങ്ക് ആണ്. ഒരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. അവർക്ക് ആ ഉറക്കം പോയി എന്നതല്ലാതെ നിസ്കാരങ്ങൾ കൊണ്ട് ഒരു ഉപകാരവും ഒരു പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിന രാത്രികൾ ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.